ചാണത് ശ്രദ്ധ മൂടൗട്ടാണല്ലോ. ശ്രദ്ധേ എന്താ മൂടോപ്പാടാ? അന്നേ ഞങ്ങള് വാൺ ചെയ്തതല്ലേ ഈശ്വര സാറിന്റെ അടുത്ത് ഈ വേലയൊന്നും നടക്കൂലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനി ഇപ്പൊ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സമപ്രായക്കാരായ എത്രയോ ആൺകുട്ടികളിവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ. അയ്യടാ ഞാൻ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്ന കൂട്ടത്തിലൊന്നും അല്ല. ശ്രദ്ധ തോൽക്കണമെങ്കിലേ ഇനി ഒരു ജന്മം കൂടി എടുക്കണം. ഈ വാശി കൊള്ളാം. തോക്കും തോറും വാശി കൂടണം. തോൽവിയാണല്ലോ ജയത്തിന്റെ പിന്നോടി അല്ല മുന്നോടി. ശ്രദ്ധയുടെ ഒപ്പം ഞാനുണ്ട്. ഈശ്വരനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ കുമ്പസരിപ്പിക്കും. ഇത് സോറി സത്യം. चेक her टेम्परेचर. इन्फॉर्म मी आफ्टर सम टाइम. यस डॉक्टर. ये होश में आते ही ठीक है तो इसको घर भेज सकती हो. जी डॉक्टर. Nothing to worry. She is just weak and tired. That's all. You can take her right now. കൊണ്ടുപോവാൻ എങ്ങോട്ട്? मैंने कितनी बार पूछा आपको कहां छोड़ना है? बोलिए. For heaven's sake, tell me where should I drop you? गुड इवनिंग सर. मेरे साथ एक गेस्ट भी है, मेरा कजिन. जी साहब. ग्रुप कैप्टन ईश्वर साहब के साथ एक गेस्ट है, नोट कर लो. चलिए. ഓരോ മാരണങ്ങൾ കയറി വരും. ഇന്ന് ആരെയാണാവോ കണികണ്ടത്? ഈ നേരത്തെ രാമു ഇവിടെ ഇല്ലാതായിപ്പോല്ലോ. अरे भगवान के लिए कुछ तो बोलो. कौन हो तुम? ഇനി ഇവിടെ ഊമയോ മറ്റോ ആണോ ദൈവമേ? അല്ല. മലയാളിയായിരുന്നിട്ടാണോ ഇത്ര നേരം ഒന്നും മിണ്ടാതെ എന്നിട്ട് കുരങ്ങളിപ്പിച്ചത്? അതിന് സാർ ഇപ്പോഴാ മലയാളം പറഞ്ഞത്. ഓ, എന്താ പേര്? ലക്ഷ്മി. ഇവിടെയാണോ വീട്? അല്ല. നാടെവിടെയാ? ആലപ്പുഴയ്ക്കടുത്ത്. ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം?
ഇതേ ഒരു പട്ടാളക്കാരന്റെ വീടാ, അതും ബാച്ചിലറുടെ. സർവന്റ് പോലും ഇവിടെ ഇല്ലാത്ത നേരത്തെ ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാവും. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യത്വത്തെ ഓർത്ത് മാത്ര. ഇത്രയും വൈകിട്ട് നിങ്ങൾ ഇവിടെ നിറക്കി വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയാം. വെളുപ്പിനെ പോയിക്കോളും. ഉറങ്ങില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. കുറച്ചുകൂടെ വെളുത്തിട്ട് പോയാൽ മതി. പൈസ വല്ലതും വേണോ? വേണ്ട. റോഡിലൂടെ വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. സ്റ്റേഷൻ നാട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. പോകുമ്പോ കഥ വലിച്ചടച്ചേക്കണം. താക്കോലോടെ പോയി. സാറിന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇതാ കുഴപ്പം. ഞാൻ 2 ദിവസം കൂടെ ഇല്ലെങ്കിൽ ചിട്ടകൾ മുഴുവൻ തെറ്റിക്കും. സാറിന്റെ ഒരു കാര്യം. വീട് മാറിപ്പോയാ? മാഫ് കീജിയേ, സോറി, വീട് മാറി. മാറിയിട്ടില്ലല്ലോ. एक मिनट बहन, 1 मिनट. ഈശ്വർ സാർ ഖർ. അതെ. അപ്പൊ ഇതാര്? മഹാലക്ഷ്മി. മഹാലക്ഷ്മി എന്നല്ലേ പേര്? മഹാലക്ഷ്മി എന്നല്ല, ലക്ഷ്മി എന്നാണ് പേര്. ആയിക്കോട്ടെ, ലക്ഷ്മി തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ ലക്ഷ്മി ആയാലും മഹാലക്ഷ്മി ആയാലും ഞാൻ ചേച്ചിയെന്ന് വിളിക്കൂ. സാറേ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ, അറിയോ? ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ല. എന്തായാലും ഇനി ചോദിക്കാനും പറയാൻ ഒരാളായി. ഇനി ഇവിടെ ഒരു അടുക്കും ചിട്ടയും ബഹളമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്ന നല്ലതാ. രാവിലെ കാപ്പി കൊണ്ടായി കൊടുത്ത ഒന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾ ആരാ? ഞാൻ ആരെന്നാ? ഞാനല്ലേ സാറിന്റെ എല്ലാം രാമൻകുട്ടി. അല്ല, അപ്പൊ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പറഞ്ഞോണല്ലോ. ഇനി ചിലപ്പോ സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാത്തായിരിക്കും. ചേച്ചി ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇങ്ങോട്ട് നീങ്ങില്ലേ ചേച്ചി? ഈ മഹാലക്ഷ്മി വരും എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയുമ്പോ സത്യം പറയാമല്ലോ, ഞാൻ കരുതിയത് തമാശ പറയാന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് യഥാർത്ഥമാണെന്ന്. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ. സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉണ്ട്. അതേ നിറം, അതേ മുഖം, അതേ തലമുടി, മൂക്ക്, കണ്ണ് ഒക്കെ വളരെ കറക്റ്റാ. എന്നാലും എനിക്ക് പറ്റിയൊരു അബദ്ധേ. ചേച്ചി ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോ ഞാൻ ഇല്ലാതായി പോയല്ലോ. എന്താ പറ്റിയെന്നറിയോ? 10ാം കൊട്ടുള്ള എന്റെ ചേട്ടൻ അസുഖാന്ന് പറഞ്ഞ് കത്തുവന്ന്. അങ്ങനെ അതുവരെ ഒന്ന് പോയതാ. ഒരു മിനിറ്റ്, ഞാൻ ഈ കുളിയും പല്ലിയൊന്നും കഴിച്ചില്ല, ഇപ്പൊ വരാം. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. 10ാം കോട്ട് വരുന്നു. 10ാം കോട്ട് ചേട്ടന്റെ വീടില്ലേ? ചേട്ടന് അസുഖമായിരുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? അതല്ല ഇവൻ പൊട്ടനാ. ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? 10ാം കോട്ട്. നീ 10ാം കോട്ട് വിട്ടപ്പോ വന്നു? ഞാൻ രാവിലെ വന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടനൊക്കെ കുറവുണ്ട്. എന്താണ് നിന്റെ മുഖത്തൊരു വളിച്ച ഭാവം? ഒന്നുമില്ല, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്തോ നടാ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല സാർ, കഴിക്ക്. സാമ്പാർ, രസം, പപ്പടം ഉണ്ട്. എന്ത് പറ്റിടാ? എല്ലാം കാര്യമായിട്ടാണല്ലോ. പായസം ഉണ്ട്. അതേ വേണമെന്ന് ഞാനാ നിർബന്ധം പിടിച്ചത്. ആദ്യമായിട്ട് വീട്ടിൽ ഒന്നുമല്ലേ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അശ്രദ്ധയാണോ? അശ്രദ്ധയൊന്നുമില്ല, വളരെ ശ്രദ്ധിച്ചതൊക്കെ ഉണ്ടാക്കിയത്. അല്ലടാ, ശ്രദ്ധ കൗൾ. അയ്യടാ, ആ വായാടി പെണ്ണാ. അവളൊന്നുമല്ല, പിന്നെ സാറിന്റെ ഭാര്യ. ഭാര്യ? ആ, മഹാലക്ഷ്മി ചേച്ചി. അവളിതുവരെ പോയില്ലേ? പോയില്ലെന്നാ? എവിടെ പോവാൻ? ചേട്ടാ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോയില്ലേ? അത് കൊള്ളാം. ലക്ഷ്മി, ലക്ഷ്മി, രാവിലെ തന്നെ പൊയ്ക്കൊള്ളുന്നല്ലേ നിന്നോട് പറഞ്ഞത്?
ഒരു ആപത്തിൽ സഹായിച്ചതിൽ എന്നെ മാനം കെടുത്താനാണോ ഭാവം? ഞാൻ ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം. ചേച്ചി ചേച്ചി എവിടെ പോകുന്നു? നിക്കാൻ ചേച്ചി, ഞാനാ പറഞ്ഞ നിക്കാൻ. പോരുത് ചേച്ചി. സാർ എന്ത് പണിയായി കാണിച്ചേ? വീട്ടിലിരുന്ന് മഹാലക്ഷ്മി അടിച്ചിറക്കി വിടുക, അത് സ്വന്തം ഭാര്യയെ. ഭാര്യ? ആരെ ഭാര്യ? ആരുടെ ഭാര്യയെ? മനുഷ്യത്തോർത്ത് ഒരു രാത്രി കിടക്കാൻ അനുവദിച്ചപ്പോ തിരതാമസത്തിന് വന്നിരിക്കുക. ഓഹോ, സാറിനപ്പ ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടല്ലേ? ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ കരുതിയത്. 2 ദിവസം ഞാൻ മാറി നിന്നപ്പോ എന്താണ് കഴുത നീ പറഞ്ഞോണ്ട് വരുന്നത്? റാസ്കൽ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഇങ്ങനത്തെ ആളിന്റെ കൂടെ കൂടി ഞാനും വഷളായി പോകില്ലേ? എന്താണ് അവിടെ വെറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. റെഡ് അലേർട്ടിന്റെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് നമ്പ്യാർ സാറുമായി സാർ സംസാരിച്ചോ? സംസാരിച്ചു. ഹി വെൽക്കം ഇറ്റ്. പക്ഷെ അതിനു മുമ്പ് ഡിഫൻസ് സയന്റിസ്റ്റുകളുമായിട്ട് ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർച്ചുനേറ്റ്ലി അവരുടെ ചീഫ് ഡോക്ടർ ധവാൻ ഇന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലുണ്ട്. നമ്മൾ അവിടെ പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു. ചെത്ത് പയ്യന്മാരെ കാര്യം. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യായാലും. अरे आगे जाओ, आगे जाओ. Stop it! क्या कर रहे हो? Stop it! वसीम, सीढ़ी नीचे डाल. मुस्तफा, ये रख लो. निजाम, ओ निजाम, ले. अब और सख्ती से पूछने को मजबूर मत करो. तुम जिस प्रोजेक्ट पर रिसर्च कर रहे हो
उसका अंजाम क्या होगा, मकसद क्या है, उसका ताकत क्या है? बोलो। मैं बोला था ना, तू कुछ भी करो मेरा मुख नहीं खोलेगा। यू इंडियन पिग! उस साले को भी मारो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना, जो करना मुझे करो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना, जो करना मुझे करो। Leave him. उसे छोड़ दो। Leave him, bastard. चिल्लाओ मत, चुप कर साले। खालिद, छोड़ दो उसे। മിസ്റ്റർ ഈശ്വർ, ഇവന്മാരുടെ അടിയും തൊഴിയും കൊണ്ട് വെറുതെ വേദന അനുഭവിക്കണം. വഴങ്ങുന്നതല്ലേ നല്ലത്. അത്ഭുതപ്പെടണ്ട, മലയാളം മാത്രമല്ല, ഐ നോ 15 ലാംഗ്വേജസ്. നിങ്ങൾ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് റെഡ് അലർട്ട്, അതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതാണ്. ഇനിയുമുള്ള കാലം ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും സുഖമായി കഴിയാം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആശ്രിതർക്കും കൈനിറയെ പണം, ആഗ്രഹിക്കുന്ന എന്തും. സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അല്പായുസാണെന്ന് കരുതിയാ മതി. പെറ്റ തള്ളയെ 10 കാശിന് കൂട്ടിക്കൊടുക്കുന്ന പെണ്ണൂട്ടി നായിന്റെ മോനെ, ആണുങ്ങളുടെ ജീവന് വില പറയുന്നോടാ. കൊല്ലടാ ഞങ്ങളെ, കൊല്ല്. നിന്റെ ഭീഷണിക്ക് വേണമെങ്കിൽ ജീവന് വേണ്ടി യാചിക്കുമെന്ന് കരുതിയോ? ആയിരങ്ങളുണ്ടാ ഞങ്ങളുടെ പുറയില്. കണ്ണ് ചിമ്മി തീരുന്നതിന് മുമ്പ് നീയും ആർക്ക് വേണ്ടിയാണോ നീ ഈ തൊഴിൽ ചെയ്യുന്ന അവരും ചരിത്രത്തിന്റെ ഭാഗമായി തീരും. Understand, you son of a filthy bitch. सलीम, वो क्या बोलता है? अपनी भाषा में वो क्या बोलता है? बोल साले। मुझसे पूछ, मैं बताता हूं. रोक खोड़ी के लिए अपनी माँ को बाजार में बेचने वाले हरामजादे, तू क्या लगाएगा मर्दों का दाम? कमीने, तूने गाली दी, मेरी माँ को गाली दी, तेरी ये हिम्मत? ए मुस्तफा, ड्रिलिंग मशीन निकालो, जनरेटर ऑन करो। यू इंडियन पिग! बोल, तू क्या बोला था? मर्द हो तो बोल। माँ को बाजार में बेचने वाले हरामजादे, ये ले। तू भी नहीं बताएगा क्या? मैं तुमसे पूछ रहा हूं, बताओ, नहीं तो मैं बताता हूं. I'll bring the documents. I'll bring the blueprints. No, നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ എടുത്തുതരാം. പറ, എന്നെ ഒന്നും ചെയ്യല്ലെന്ന് പറ, പ്ലീസ്. खालिद, छोड़ दे उसको. बोलता है सब दे देगा. मैं उसके साथ जाके सब लेके आता हूँ. സക്കീർ, लो, रस्सी खोल दो. വേണ്ട. അറിയാതെ പോലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. വയ്യ, ഇനിയും വേദന സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. സക്കീർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പെണ്ണും കുടുംബമൊന്നും ഇല്ലാത്ത സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കൂടെ കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു ചക്രമായിരിക്കും. എന്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആര് നികത്തും? എട്ടും പൊട്ടും തിരിയാത്ത ഭാര്യ, പ്രായമായ വാപ്പയും ഉമ്മയും. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ. वासिम, अरे ओ वासिम, सीढ़ी नीचे डालो. चलो. Come on, get up. तुम्हारा बड़ा सरदार को बूंद का रख दूंगा. गन नीचे डालने का बोलो. बोल. गन नीचे डालो.
सभी लोग गन्स नीचे डालो, सभी लोग गन्स नीचे डालो। डोंट मूव। दिन में 5 वक्त नमाज पढ़ने वाला असली मुसलमान हूँ। अपने देश और उसूलों का सौदा नहीं करता, समझे? ഉറച്ച ഈമാനുള്ള ഒരു മുസ്ലിമാണ് ഞാൻ. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ പണയം വെച്ചിട്ട് എനിക്ക് ജീവിക്കണ്ടടാ. ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാ ഞങ്ങൾ ഈ യൂണിഫോം ധരിച്ചത്. അഴിച്ചുവിടാ, അഴിച്ചുവിടാ. Don't move. No. सारे कर क्यों? विजय हट. Grenade!